കോയമ്പത്തൂർ ചെന്നാൽ എവിടെ നിന്ന് ഫുഡ് കഴിക്കാം? നിങ്ങളൊരു നോൺ വെജ് ലവറാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വളർമതി മെസ്സ് സെലക്ട് ചെയ്യാം. ഇതവരുടെ മെനു കാർഡാണ്. ചിക്കൻ, മട്ടൺ, ഫിഷ് ഐറ്റംസ് ഉണ്ട്. ഉച്ചക്കലത്തെ സമയം എന്ന് പറയുന്നത് 12 തൊട്ട് 3:30 വരെയാണ്. വൈകിട്ട് 7 മണി തൊട്ട് ആണ് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിക്കൻ കറി, ദോശ, മട്ടൺ കറി, ദോശ തുടങ്ങിയ ദോശ ഐറ്റംസ് ഡിന്നറിന് മാത്രമേ ഉള്ളൂ, ലഞ്ച് ടൈമിലില്ല. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ വീച്ച് പൊറോട്ടയും ഉച്ച സമയത്ത് നമുക്ക് കിട്ടത്തില്ല. ഉച്ച സമയത്ത് മെയിനായിട്ട് ഇവിടെ ചിക്കൻ, മട്ടൺ ബിരിയാണികളും അതുപോലെ ചിക്കനിലെ ഫേമസ് ഐറ്റംസായ പള്ളിപ്പാളയം ചിക്കന്, പിച്ചിപ്പോട്ട കോഴി, നാട്ടുകോഴി വറവൽ, ചിക്കൻ ലെഗ് പീസ്, പെപ്പർ ഫ്രൈ തുടങ്ങിയവയെ കിട്ടത്തുള്ളൂ. വീച്ച് പൊറോട്ട കിട്ടിയില്ലെങ്കിലും ഇതിനോടൊപ്പം കഴിക്കാൻ തന്നെ സാധാരണ പൊറോട്ട കിട്ടും. ഒരു പൊറോട്ടയുടെ വില 30 രൂപയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫിഷ് ഐറ്റംസ്, മാന്തലുണ്ട്, വഞ്ചാരമുണ്ട്, അതായത് നെയ്മീനുണ്ട്, നെത്തലിയുണ്ട്, ഒരുപാട് ഫിഷ് ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഒഴിക്കാനായിട്ട് അവർ ചിക്കൻ്റെയും മട്ടൻ്റെയും ഗ്രേവി തരുന്നുണ്ട്. ഇവിടുത്തെ ചിക്കൻ ഐറ്റംസിൻ്റെയൊക്കെ റേറ്റ് അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. ഈ കാണുന്ന പിച്ചിപ്പോട്ട കോഴി, പള്ളിപ്പാളയം ചിക്കൻ എല്ലാം 200 റുപ്പീസ് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയാണ്. അതുപോലെ ഈ ചിക്കൻ ലെഗ് പെപ്പർ ഫ്രൈ അതിന് 160 റുപ്പീസ് മാത്രമേ ഉള്ളൂ. പിച്ചിപ്പോട്ട കോഴി അതിനകത്ത് അവർ ഗീ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഷ്രെഡഡ് ചിക്കനാണ്, അതിലേക്ക് ഗീ ആഡ് ചെയ്യുന്നുണ്ട്, നല്ല പോലെ സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ളൊരു ഡിഷ് തന്നെയാണ് പിച്ചിപ്പോട്ട കോഴി. അടുത്തത് പള്ളിപ്പാളയം ചിക്കൻ. പള്ളിപ്പാളയം ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസിയാണ്. പള്ളിപ്പാളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിനടുത്തുള്ളൊരു സ്ഥലമാണ്. ഇതും ചിക്കൻ പീസസിനകത്ത് നന്നായിട്ട് സ്പൈസസ് ചേർത്തിട്ടുണ്ട്. എരിവുള്ളൊരു ഡിഷ് തന്നെയാണ് പള്ളിപ്പാളയം ചിക്കൻ. ഇവിടുത്തെ എടുത്തു പറയേണ്ട മറ്റൊരു ഐറ്റമാണ് മട്ടൺ കീമ ബോൾ. ഇതാണ് മട്ടൺ കീമ ബോൾ. ഇതിനകത്ത് മിൻസ് ചെയ്ത മട്ടണിനകത്ത് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം ബോൾ രൂപത്തിൽ ഉരുട്ടിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് മട്ടൺ കീമ ബോൾ. ഈ ചിക്കൻ ലെഗ് പെപ്പർ, അതിൻ്റെ ഗ്രേവി വളരെയധികം ടേസ്റ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ എരിവുമുണ്ട്. നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് ചിക്കൻ, മട്ടൺ, ഫിഷ് വിഭവങ്ങൾ ആവോളം ആസ്വദിക്കാൻ പറ്റിയൊരു ഹോട്ടലാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുള്ള വളർമതി മെസ്സ്. ഇത് ഹോഴ്സ് കോഴ്സ് റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നല്ല തിരക്കാണ്. കറക്റ്റ് 12 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ അനായാസന് നമുക്കവിടെ ഇരിക്കാൻ കഴിയും. ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി കുറവാണ്. 1 മണിക്കും 2 മണിക്കും ഒക്കെ എത്തിച്ചേർന്നാൽ ടോക്കൺ എടുത്ത് നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതിനാൽ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ 12 മണിക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാൻ കഴിയും. ഇവരുടെ വേറൊരു ഫേമസ് ഡിഷാണ് നാട്ടുകോഴി വറവൽ. അത് നമ്മൾ നേരത്തെ കഴിച്ചിട്ടുള്ളതാണ്, ഇപ്പോൾ അത് കഴിക്കുന്നില്ല. ഇതിനകത്ത് ഇത്രയും ഡിഷസ് കഴിച്ചതിനകത്ത് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ഈ മട്ടൺ കീമ ബോളാണ്. അത് ഒരെണ്ണത്തിൻ്റെ പ്രൈസ് 35 രൂപയാണ്. സാധാരണഗതിയിൽ കേരളത്തിലെ ഹോട്ടലിൽ കിട്ടാത്തൊരു സ്ഥാനമാണ് ഈ മട്ടൺ കീമ ബോൾ. പക്ഷേ അത് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ കഴിയുന്നൊരു സംഭവമാണ് മട്ടൺ കീമ ബോൾ. ഇനി നിങ്ങൾ ഒരു വെജിറ്റേറിയൻ ലവറാണെങ്കിൽ നിങ്ങൾക്ക് കോയമ്പത്തൂരിൽ ആശ്രയിക്കാൻ പറ്റിയ ഹോട്ടലാണ് അന്നപൂർണ. ഈ അന്നപൂർണ ഹോട്ടലിൻ്റെ സൈഡിലൊരു ബേക്കറി കൂടിയുണ്ട്. അവിടെ ഒരുപാട് സ്വീറ്റ് ഐറ്റംസ് ഉണ്ട്. അന്നപൂർണയിലെ ഡിഷസിൽ എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ് ഇവരുടെ നെയ് റോസ്റ്റ്. അതുപോലെ ഈ കാണുന്ന ഊത്തപ്പത്തിൻ്റെ വില 50 രൂപയാണ്. പക്ഷേ അതിൻ്റെ സൈസ് ചെറുതാണ്. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് റവ റോസ്റ്റാണ്. ഒരെണ്ണത്തിൻ്റെ വില 120 റുപ്പീസാണ്. റവ റോസ്റ്റ് എന്ന് പറയുന്നത് ഏത് ഹോട്ടലിൽ കഴിച്ചാലും എടുത്തു പറയേണ്ട ടേസ്റ്റ് ഒന്നും വരാത്ത ഒരു നോർമൽ സംഭവം തന്നെയാണ്.
സാധാരണ ഹോട്ടലിൽ കിട്ടുന്ന വലിയ റവ റോസിനെ അപേക്ഷിച്ച് ഇതിൻ്റെ വലിപ്പം സ്വല്പം കുറവാണ്. പക്ഷേ ഇവിടുത്തെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, തേങ്ങാ ചട്നി സാധാരണ രീതിയിലുള്ള രുചിയേ ഉള്ളൂ. പക്ഷേ അവരുടെ പുതിന ചട്നി നല്ല അസൽ രുചിയുണ്ടതിന്. ഉച്ച സമയത്ത് വളരെയധികം തിരക്കുള്ളൊരു ഹോട്ടലാണ് അന്നപൂർണ ഹോട്ടൽ. ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിലും മിക്ക സമയങ്ങളിലും ഹോട്ടൽ നിറഞ്ഞാണിരിക്കുന്നത്. ഇവിടെ ഉച്ച സമയത്ത് സൗത്ത് ഇന്ത്യൻ താലി മീൽസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ താലി മീൽസ് ഉണ്ട്, രണ്ടിൻ്റെയുടെ കോമ്പിനേഷനുണ്ട്. അതേപോലെ രാജഭോജനം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ മീലും ഉണ്ട്. രാജഭോജനത്തിൻ്റെ കൂടെ ഒരു ബീഡ, അതുപോലെ തന്നെ പേട തുടങ്ങിയവയും നമുക്ക് തരുന്നുണ്ട്. മീൽസും ഒരിക്കലെങ്കിലും നമ്മൾ കഴിക്കേണ്ടതാണ്. കോയമ്പത്തൂർ തന്നെ ഒന്നിലധികം അന്നപൂർണയുണ്ട്. അന്നപൂർണയുടെ കൂടെയുള്ള ബേക്കറിയാണിത്. ഒരുപാട് സ്വീറ്റ്സ് ഇവിടെ ഉണ്ട്. ലഡു തന്നെ 10-12 ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ജിലേബി, ഡിഫറെൻറ്റ് ടൈപ്സ് ഹൽവ, മിൽക്ക് ഹൽവ, തിരുനെൽവേലി ഹൽവ തുടങ്ങിയ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൽവ. പക്ഷേ ഇവിടുത്തെ സ്വീറ്റ്സ് കേരളത്തിൽ കിട്ടുന്ന സ്വീറ്റ്സിനേക്കാളും കൂടുതൽ വിലയുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ലഡു അടങ്ങിയ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ കഴിയും. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ജിലേബി. ഈ ഗിഫ്റ്റ് ബോക്സാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അതുപോലെ ഈ കാണുന്നത് ബ്രെഡാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ബ്രെഡും ബെന്നും ഇവിടെ അവൈലബിൾ ആണ്. ഇനിയുള്ള ഈ കൗണ്ടറിലുള്ളത് മിക്സ്ചർ, മുറുക്ക് തുടങ്ങിയവയാണ്. റാഗി മുറുക്കുണ്ട്, ബോംബെ മിക്സറുണ്ട്, സാധാരണഗതിയിലുള്ള മിക്സറുണ്ട്. ഇത് മൈസൂർ പാക്ക്, പേട തുടങ്ങിയവയാണ്. ഇത് കൂടാതെ ഇവിടെ ഡോനട്ടിൻ്റെയും പേസ്ട്രികളുടെയും ഒരു സ്പെഷ്യൽ കൗണ്ടർ കൂടെയുണ്ട്. സ്വിസ് റോള്, ഡോനട്ട്, വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് തുടങ്ങിയ ഡിഫറൻറ്റ് പേസ്ട്രികളും ഇവിടെയുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ട്രൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അന്നപൂർണ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡാണ് ഇവിടുത്തെ ഉച്ചയ്ക്കുള്ള രാജഭോജനം എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ താലി മീൽസ്. ഈ രാജഭോജനത്തിൻ്റെ വില 240 രൂപയാണ്. പക്ഷേ 240 രൂപയ്ക്ക് അത് വർത്താണ്. ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നീറ്റ്നെസ് അപാരം തന്നെയാണ്. ആംബിയൻസും വളരെ നല്ലതാണ്. ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെയൊന്നും ഡിലേ ഇല്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ വൈകിട്ടത്തെ ഡിന്നറിന് അപ്പവും സ്റ്റൂവും ഉണ്ട്. ഇവിടുത്തെ അപ്പവും സ്റ്റൂവും എടുത്തു പറയേണ്ട ഒന്നാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കോയമ്പത്തൂരിലെ 2 ഫേമസ് ഫുഡ് സ്പോട്ട്. ഒന്ന് വെജിറ്റേറിയൻസിന് വേണ്ടിയുള്ള അന്നപൂർണ, 2 നോൺ വെജിറ്റേറിയൻസിന് വേണ്ടിയുള്ള വളർമതി മെസ്. ഈ 2 ഫുഡ് സ്പോട്ടും നമുക്ക് ആസ്വദിച്ച് കഴിക്കാവുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വളർമതി മെസ്സിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവിടുത്തെ അതിഭീകരമായ തിരക്കാണ്. പക്ഷേ നമുക്ക് അന്നപൂർണയിൽ എപ്പോൾ ചെന്നാലും നമുക്ക് കഴിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. കാരണം വളരെ വലിയ ഹോട്ടലാണ് അന്നപൂർണ. കോയമ്പത്തൂർ പോകുന്നവർ ഇത് രണ്ടും ട്രൈ ചെയ്യുക.